പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നും കോടതി ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നുമായിരുന്നു കുഴൽനാടന്റെ ഹർജിയിലെ ആവശ്യം. മാസപ്പടി കഴിഞ്ഞ് കരിമണൽ കമ്പനിക്കായിട്ട് വ്യവസായ നയത്തിൽ തന്നെ മാറ്റം വരുത്തി. ഈ ഹർജിയിൽ വ്യക്തമായിട്ട് മാത്യു കുഴൽനാടൻ എണ്ണി പറയുന്നുണ്ട് അതെല്ലാം ഈ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരിമണൽ CMRL-ന് ലഭിക്കുന്നതെന്നും മാത്യു ഹർജിയിൽ ആരോപിക്കും. മുഖ്യമന്ത്രിയുടെ മകള് വീണ വിജയനാണ് എതിർഭാഗത്ത് എന്നുള്ളത് കൊണ്ട് അന്വേഷിക്കാൻ വിജിലൻസിന് പറ്റില്ലേ? നമ്മളെ ഇതുപോലെയുള്ള പല വിഷയങ്ങളും വരുമ്പോ പ്രതികരിച്ചു പോകുന്നതാണ്. നമുക്കിപ്പോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് കൊണ്ടാണ് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ വിമർശനങ്ങള് പിന്തുണകളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പോ ബൈജു പറഞ്ഞതുപോലെ ആന്റോ ആന്റണി, ഇയാൾ എന്തു ഈ പറഞ്ഞത്? എത്ര പേര് ഇതിനെതിരെ രംഗത്ത് വന്നു? നോക്കുമ്പോ രാജ്യവിരുദ്ധ പരാമർശമാണ് ആള് പറഞ്ഞത്. എത്ര പേരാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്? ഒരുപക്ഷെ നമ്മുടെയൊക്കെ ശബ്ദങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെങ്കിലും ഒന്നോ രണ്ടോ പേരെങ്കിലും ഇതൊന്ന് കേൾക്കുമെങ്കിൽ നമുക്ക് ഇത് തന്നെ മതിയാകും. നമ്മൾ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഒന്നുമല്ലെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ടെങ്കിലും സമാധാനിക്കാം. രാജ്യത്തിനു വേണ്ടി നമ്മൾ പ്രതികരിച്ചല്ലോ. നമ്മുടെ AK ആന്റണിയുടെ മോനുണ്ടല്ലോ, അനിൽ ആന്റണി, ആള് എനിക്കൊരു കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള താല്പര്യം, എന്റെ രാജ്യത്തെ സേവിക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ആള് BJP-യിലേക്ക് പോയത്. അതുകൊണ്ടുള്ള നേട്ടമുണ്ട്. ആന്റോ ആന്റണിക്കെതിരെ ആകെ മുഴങ്ങിയ ഒരേ ഒരു ശബ്ദം അനിൽ ആന്റണിയുടേതാണ്. അയാൾ പറഞ്ഞു, പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട ഈ ആന്റോ ആന്റണിയുടെ പരാമർശം ഞെട്ടിപ്പിക്കുന്നതാണ്. പത്തനംതിട്ടയിലെ BJP-യുടെ സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണി. എനിക്ക് വോട്ട് കിട്ടുമോ ഇല്ലേ, ഇതിന്റെ പേരിൽ ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല, പക്ഷേ എന്റെ ഉള്ളിൽ രാജ്യസ്നേഹമുണ്ട്, അതുകൊണ്ട് എനിക്കത് പറഞ്ഞേ പറ്റൂ. 42 ധീര ജവാന്മാരെയും ഇന്ത്യയുടെ സൈനികരെയും എന്നും അനിൽ ആന്റണി കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. എനിക്ക് അവരോടാണ് കൂറ്, എന്റെ രാജ്യം കാക്കുന്ന പട്ടാളക്കാരോടാണ് എനിക്ക് കൂറ്. കാരണം ഒരു പക്ഷേ പട്ടാളക്കാരന്റെ പിതാവ് മരണാസന്നനായി വശയിൽ കിടക്കുന്നുണ്ടാകും, ഭാര്യ പൂർണ്ണ ഗർഭിണിയായി, എന്തും സംഭവിക്കാമെന്നായിരിക്കും ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ടാകുക. മാതാവ് അവസാനമായി ഏകമകനെ ഒന്ന് നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും. ഒരാഘോഷങ്ങളില്ല, വീട്ടിലെ എന്തെങ്കിലും ഒരു വിശേഷ ദിവസങ്ങളില് പങ്കെടുക്കാൻ പറ്റുന്നില്ല. അവര് വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഒരിക്കലും ഇതേ രൂപത്തിൽ തന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കയറുമെന്ന് ഉറപ്പില്ലാത്ത ഒരു യാത്ര. അവര് ജീവനും ജീവിതവും അവരുടെ കുടുംബവുമായിട്ടുള്ള എല്ലാ ഇന്റിമസികളും അവരൊരു രാജ്യത്തിന് സമർപ്പിക്കുക. അവരവിടെ നെഞ്ചും വിരിച്ച് രാത്രിയെന്നും പകലെന്നുമില്ലാതെ ഈ തോക്കും ചൂണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് എനിക്കും നിനക്കുമൊക്കെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് രാജ്യവിരോധം പറയാൻ കഴിയുന്നത് എന്ന് ഇവര് ചിന്തിക്കണം. അപ്പോ ഇവര് പറയും അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ, ഇവനൊക്കെ കൊടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ നിർബന്ധമായി 1 മാസമെങ്കിലും സൈനിക സേവനം നടത്തണം. അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിൽ വരണം. കൃത്യമായി നമ്മുടെ അനിൽ ആന്റണി പറഞ്ഞു, ആന്റോ ആന്റണി പ്രസ്താവന പിൻവലിക്കണം, മാപ്പ് പറയണം, ഇല്ലെങ്കിൽ ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. അതായത് പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാനും ഈ രാജ്യത്തിനെതിരെയുള്ള എന്ത് പ്രസ്താവന നടത്താനും കോൺഗ്രസ് എന്ന പാർട്ടി തയ്യാറാകുന്നു. ഏതാണ്ട് 50-ലധികം രാജ്യങ്ങൾ രാജ്യവിരുദ്ധനാണ് എന്ന് പ്രഖ്യാപിച്ച യാസർ അറഫാത്തിനെ രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും നൽകിയ പുരസ്കാരങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാ. കോടികൾ വിലമതിക്കുന്ന പുരസ്കാരങ്ങളാണ് നൽകിയത്. ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് യാസർ അറഫാത്ത് അമ്മയ്ക്കും മോനും കൃത്യമായിട്ട് അണ്ണാക്കിൽ ആപ്പടിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുമായിട്ടുള്ള സഹകരണമൊക്കെ ഓക്കെയാണ്, എന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറാകുന്നു അന്നുവരെ മാത്രമേ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കൂ. എങ്ങനെയുണ്ട്? അതായത് പാകിസ്ഥാൻ എന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറാകുന്നു അന്ന് ഞാൻ പാകിസ്ഥാനോടൊപ്പം നിൽക്കും. നമ്മൾ കൊടുത്ത കോടികൾ വിലമതിക്കുന്ന ഈ കോടികൾ യാസർ അറഫാത്ത് എന്തിനുപയോഗിക്കും? ഈ രാജ്യത്തെ എതിർക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി.
ഈ രാജ്യത്തെ എതിർക്കുന്ന ഒരു വിഭാഗം തീവ്രവാദികളെ വളർത്തുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി എന്താ ചെയ്യുന്നത്? ഇന്ത്യയെ അവഹേളിക്കുവാണ്. ബ്രിട്ടനിൽ പോയി പറയാ, ഞങ്ങളുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളുടെ രാജ്യത്തെ ഭരണമൊന്നും ശരിയല്ല. എന്ത് കുട്ടികളെ, നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മൾ പരസ്പരം പറയും, പക്ഷെ വേറെ ഒരു തെണ്ടിയെയും പറയാൻ നമ്മൾ അനുവദിക്കില്ല. ഇല്ല, അണ്ണൻ തമ്പി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി പറയുന്നത് പോലെ എന്റെ അനിയനെ ഞാൻ അടിക്കും, വേറൊരു തെണ്ടി അടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ അങ്ങനെയാ. നമ്മുടെ കുടുംബത്തില് എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ച് മുമ്പോട്ട് പോകും. ഇപ്പൊ BBC ഇറക്കിയ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് നരേന്ദ്രമോദിയെ സംബന്ധിക്കുന്ന ഒരു ഡോക്യുമെന്ററി, അതോടുകൂടിയാണ് അനിൽ ആന്റണി എന്ന മനുഷ്യനെ ഇന്ത്യ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതുവരെ വെറും AK ആന്റണിയുടെ മകൻ മാത്രമായിരുന്നു. നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള, ക്വാളിറ്റിയുള്ള, വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് അയാൾ. അയാൾ ഇനി കോൺഗ്രസിലേക്ക് പോയാലും ശരി, അയാളുടെ വ്യക്തിത്വത്തിന് മങ്ങലേൽക്കില്ല. കാരണം അയാൾ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. എന്റെ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെന്റെ കുടുംബത്തിന്റെ പ്രശ്നമാണ്, അത് പറയാൻ ബ്രിട്ടീഷുകാരെ ഞാൻ അനുവദിക്കില്ല എന്ന് അയാൾ പറഞ്ഞു. ഇനി കേരളത്തില് CAA നടപ്പാക്കില്ലെന്ന് LDFന്റെ പ്രചാരണം ഭരണഘടനയെ കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടല്ലേ? ഭരണഘടനയെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടല്ലേ? മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ഏതറ്റം വരെയും ഞങ്ങൾ പോകുമെന്ന് കാണിക്കുവാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഏത് തീരുമാനവും ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ, നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റും, അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. അത് നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകും. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് എത്തിക്കുക, കേന്ദ്രഭരണ പ്രദേശമായി കേരളത്തെ മാറ്റുക എന്നത് എനിക്ക് തോന്നുന്നു പിണറായി വിജയന്റെയും ഒരു നയം തന്നെ ആയിരിക്കും. കാരണം അദ്ദേഹം ഏതാണ്ട് ഭരിച്ച് ഈ നാട് മുട്ടിച്ചു കഴിഞ്ഞു. അതുപോലെ മറ്റൊരു വാർത്തയും കൂടിയുണ്ട്. ഈ സെറീന കുൽസു ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ് സെറീന കുൽസു. പല CAA വിരുദ്ധർക്കും അണ്ണാക്കിലാണ് മറുപടി കിട്ടിയത്. ദേശീയ പൗരത്വ നിയമം അയ്യോ മുസ്ലിങ്ങൾക്കെതിരാണ്, നമ്മുടെ മൊട്ടയരുണും അതുപോലെ ദേവദാസിയും ഒക്കെ നെഞ്ചിലിടിച്ച് നിലവിളിക്കുവാണ്. അവര് തന്നെ ഞാൻ ആ വാർത്ത എടുത്തു വെച്ചിട്ടുണ്ട്, ഞാനത് വായിക്കട്ടെ. നല്ല ഗംഭീര വാർത്തയാണ്, ഞാനത് എടുത്തു വെച്ചിരിക്കുകയാണ്. തൃശൂർ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പൗരയായി തന്റെ വിലപ്പെട്ട വോട്ട് രേഖപ്പെടുത്താമെന്ന സന്തോഷത്തിലാണ് സെറീന കുൽസു. വീട്ടുകാരും അയൽക്കാരും എല്ലാം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കൂടെ പോകാൻ പറ്റാത്തതിനുള്ള വിഷമം ഇത്തവണ തീരുകയാണ്. ശ്രീലങ്കക്കാരിയായിരുന്ന, എടുത്തു പറയേണ്ടതുണ്ട്, ശ്രീലങ്കക്കാരിയായിരുന്ന സെറീന കളക്ടർ VR കൃഷ്ണ തേജയിൽ നിന്ന് ബുധനാഴ്ചയാണ് പൗരത്വ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത്. ഇന്ത്യൻ പൗരയായി അംഗീകരിക്കപ്പെട്ട ശേഷം അവർ ആദ്യം പോയത് കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിലേക്കാണ്. അതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാലങ്ങൾ പഴക്കമുള്ള ഒരു നേർച്ചയാണത്. ഇന്ത്യയിൽ താമസം തുടങ്ങിയിട്ട് 32 വർഷം, 32 years ആണ് ആയിട്ടുള്ളത്. വിദേശിയായി തുടരുന്നതിനുള്ള സങ്കടവും ബുദ്ധിമുട്ടുമെല്ലാം മാറിയതിന്റെ ആശ്വാസത്തിലാണ് അവരിപ്പോൾ. ശ്രീലങ്കയിലെ പുത്തളം ജില്ലക്കാരിയായ സെറീന 18-ാം വയസ്സിൽ പിതാവിനൊപ്പമാണ് അബുദാബിയിലെത്തിയത്. അകലച്ചാലിപ്പറമ്പിൽ അലി മുഹമ്മദുമായി 1990-കളിലായിരുന്നു വിവാഹം. 2 വർഷത്തിന് ശേഷമാണ് അകമലയിലേക്ക് വന്നത്. 1997-ൽ ആദ്യമായി പൗരത്വത്തിന് അപേക്ഷ നൽകിയെങ്കിലും നോട്ട് ദ പോയിന്റ്, 1997 കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് പൗരത്വത്തിന് അപേക്ഷ നൽകിയെങ്കിലും കിട്ടിയില്ല. ഓരോ വർഷവും പാസ്പോർട്ടും വിസയും പുതുക്കിയാണ് ഇവിടെ തുടർന്നത്. ആദ്യ കാലങ്ങളിലൊക്കെ കളക്ടറെയും പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റും നേരിൽ കണ്ടതിന് ശേഷമേ പാസ്പോർട്ട് പുതുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പിന്നീട് ഓൺലൈൻ വഴി നേരിട്ട് പുതുക്കാനുള്ള സൗകര്യമുണ്ടായി. 2017-ലാണ് രണ്ടാമതായി പൗരത്വത്തിനായി അപേക്ഷ നൽകിയത്. നരേന്ദ്രമോദിജി വന്നതിന് ശേഷം. മലയാളം നന്നായി എഴുതാനും വായിക്കാനും പഠിച്ച സെറീന 3 മക്കളെയും തന്റെ മാതൃഭാഷയെ തമിഴ് പഠിപ്പിച്ചിട്ടുണ്ട്. മൂത്ത മക്കളായ ഷെരീഫയും ആരിഫയും വിവാഹിതരാണ്. മകൻ മുഹമ്മദ് കൽഫാൻ വിദ്യാർത്ഥിയും. മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലെങ്കിലും ഇടയ്ക്കൊക്കെ പുത്തളത്ത് പോയി ബന്ധുക്കളെ കാണാറുണ്ട് സെറീനയും കുടുംബവും. അതായത് മുസ്ലിങ്ങളുടെ പൗരത്വം കളയാൻ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് വിലപിച്ചു കൊണ്ടിരുന്ന ഇവന്മാർ ആദ്യം തന്നെ അറിയുക, കേരളത്തിലാണ് ആദ്യത്തെ മുസ്ലിമിന്, ഒരു മുസ്ലിം ലേഡിക്ക് പൗരത്വം കൊടുത്തിരിക്കുന്നത്. ടീച്ചർ തുടർന്നു. തീർച്ചയായിട്ടും, അതായത് ഇതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, അണ്ണാക്കിൽ പിരിവെട്ടിയ മറുപടി എന്ന്. ഇവർക്കിനി എന്തുണ്ട് തിരിച്ചു പറയാൻ? അതായത് ദേശീയ പൗരത്വ നിയമം മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് നെഞ്ചിലിടിച്ച് നിലവിളിച്ചവന്റെ മുമ്പിലാണ് സെറീന കുൽസുദ നെഞ്ചും വിരിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നത്. ദാണ്ട്രാ പൗരത്വ സർട്ടിഫിക്കറ്റ്. അപ്പൊ ഈ CAA നിലവിൽ വന്ന ശേഷം രാജ്യത്താദ്യമായി പൗരത്വം ലഭിച്ചത്
ഈ മലയാളിയായ മുസ്ലിം വനിതയ്ക്കാണ്. ഇതിൽ കൂടുതൽ എന്തു മറുപടിയാണ് ഇവർക്ക് ലഭിക്കേണ്ടത്? വളരെ കൃത്യമായി കിട്ടി. പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വരുന്നതോടെ ഇവിടെയുള്ള നമ്മളൊക്കെ ഉപ്പാപ്പമാരുടെ ഒക്കെ ബർത്ത് സർട്ടിഫിക്കറ്റ് തപ്പിപ്പോകണം എന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. പൗരത്വമില്ലാത്ത ആളുകളായി മുസ്ലിങ്ങൾ മാറുമെന്നും ഈ അഭയാർത്ഥികളായി കയറി വന്ന മുസ്ലിങ്ങളെയൊക്കെ പുറത്താക്കുമെന്നാണ് കോൺഗ്രസും കമ്മികളും ഇതുവരേക്കും ദുഷ്പ്രചരണങ്ങൾ നടത്തിയിരുന്നത്. കേരളത്തില് നിയമം നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് ഇല്ല പാണ്ടിലോറിക്ക് മുമ്പില് തവള നെഞ്ചും വിരിച്ച് നിൽക്കുന്നത് പോലെ നമ്മുടെ മുഖ്യനും നിപ്പുണ്ട്. ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്തെ ജനങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടുത്തുകയല്ല ഈ നിയമത്തിന്റെ ലക്ഷ്യം, പൗരത്വം ഉറപ്പാക്കുകയാണ് എന്ന് രാജ്യത്തിന്റെ പരമാധികാര തീരുമാനമാണ് CAA എന്ന് ആരുടെയും വാതിൽ കൊട്ടിയടയ്ക്കാനല്ല ഈ നിയമം എന്ന് വീണ്ടും വീണ്ടും ഈ നിയമം ശരിവെച്ചിട്ടാണ് സെറീന കുൽസുവിനെ നിവർന്നു നിൽക്കാൻ അനുവദിച്ചത്. ഞാൻ ഇന്ത്യൻ പൗരയാണെന്ന്. 32 വർഷമേ ആയിട്ടുള്ളൂ അവര് കേരളത്തില് വിദേശ വനിതയായിട്ട് താമസിച്ചിട്ട്. ശ്രീലങ്കയിലെ പുത്തളം ജില്ലക്കാരിയാണ് സെറീന. പാപ്പയോടൊപ്പം 18ാമത്തെ വയസ്സിൽ അബുദാബിയിലെത്തി. തൃശ്ശൂര് അകമല ചാലിപ്പറമ്പ് അല്ലെ, അവിടെ കണ്ടാണ് അവര് ചാലിപ്പറമ്പ് 2 വർഷത്തിന് ശേഷമാണ് അവര് പോയി. എന്തായിരുന്നാലും ശരി 1997 ആദ്യമായി പൗരത്വത്തിന് ഇവർ അപേക്ഷ നൽകി, കിട്ടിയില്ല. 97 ആരുടെ കയ്യിലാണ് ഇന്ത്യ എന്ന് നമ്മൾ പറയണ്ടല്ലോ. അന്ന് ഈ നിയമം ഉണ്ടോ ഇല്ലേ എന്ന് പറയണ്ടല്ലോ. ഓരോ വർഷവും പാസ്പോർട്ടും വിസയും പുതുക്കി ഇവിടെ നിലനിൽക്കുവാണ് അവര്. 2017 അതെ നരേന്ദ്രമോദിയുടെ അധികാരത്തില് വീണ്ടും അവർ പൗരത്വത്തിന് അപേക്ഷ നൽകുന്നു. ആലോചിക്കണം, ഇതിൽ കൂടുതൽ എന്തു മറുപടിയാണ് വേണ്ടത്? ഭാരത പൗരയായി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും അവര് പോയത് ക്ഷേത്രങ്ങളിലേക്കല്ല. അവരാദ്യം പോയത് ചേരമാൻ പെരുമാളിന്റെ മസ്ജിദിലേക്കാണ്. പൗരത്വം കിട്ടിയാൽ അവിടെ പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഏതെങ്കിലും ചാണക സംഖ്യ അവരെ അടിച്ചു കൊന്നോ? അല്ല, നിങ്ങൾക്ക് പൗരത്വം നൽകിയത് സ്വതന്ത്ര ഭാരതമാണ്, അതുകൊണ്ട് നിങ്ങൾ ശബരിമലയിലേക്ക് പോകണമെന്ന് പറഞ്ഞോ? അതല്ലെങ്കിൽ നിങ്ങൾ പോയി ആറ്റുകാൽ പൊങ്കാല ഇട്ടാൽ മാത്രമേ നിങ്ങളെ സ്വീകരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞോ? അപ്പോ കൃത്യമായി നമുക്കറിയാം. പലപ്പോഴും ഞാൻ പല വിഷയങ്ങളിലും കണ്ടിട്ടുണ്ട്, ഈ ഇപ്പൊ നോമ്പ് കാലമാണല്ലോ, ഇഫ്താർ വിരുന്നുകളിൽ ബൈജു ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കോഴിക്കോട് മലപ്പുറത്തൊക്കെ ഇഫ്താർ വിരുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ആരാണെന്ന് അറിയാമോ? 1 ശ്രീധരൻപിള്ള, 2 നമ്മുടെ പിണറായി വിജയൻ. ഇവർക്ക് 2 പേർക്കും നോമ്പില്ല. ഇവര് 2 പേരും മുസ്ലിങ്ങളുടെ കണ്ണിലെ പ്രത്യക്ഷമായ കാഫിറുകളാണ്. അപ്പൊ ഇവര് 2 പേരും ബാങ്ക് വിളിക്കുന്ന ഉടനെ ഈത്തപ്പഴം കഴിച്ചാല് ഇതെങ്ങനെ ശരിയാകും? നോമ്പില്ലാത്തവനെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ പാടില്ല. അവൻ കിടന്ന് ചത്തോട്ടെ, അല്ലെങ്കിൽ നമ്മളെ പോലെ പട്ടിണി ഇരുന്നോട്ടെ, ആ ബല പിടിച്ചു എന്നാണ് നമ്മുടെ വിശ്വാസം.